ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ട് ഒരു നെക്ക് ഡിസൈനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ 3 കളർ ഷെയ്ഡിൽ വരുന്ന കോട്ടൻ്റെ ത്രെഡാണ്. പിന്നെ ഈ ഒരു ഗോൾഡൻ റൗണ്ട് ബീഡും എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ ഈ നെക്കിൻ്റെ ബോർഡറിലൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ത്രെഡ് 3 സ്റ്റാൻഡ്സ് ഒന്ന് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് അതൊന്ന് 6 സ്റ്റാൻഡ്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഡും കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ട് 6 സ്റ്റാൻഡ്സ് ഒന്നിച്ചെടുത്താൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇനി നീഡിൽ ഇതുപോലെ ഒന്ന് എടുക്കുവാണ്. എടുത്തിട്ട് ആ നീഡിലേക്ക് നമുക്കൊരു ഗോൾഡൻ റൗണ്ട് ബീഡ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ നടുക്കായിട്ട് ഒരു റൗണ്ട് ബീഡ് വരുന്ന അതേ രീതിയിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നീഡിൽ താഴ്ത്തി കൊടുക്കുക. ഇനി ആ ബീഡിൻ്റെ സൈസ് എത്രയുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ഇവിടെ നീഡിൽ പൊക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ നീഡിൽ കടത്തിയിട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് തന്നെ ആ ഒരു ബീഡ് ചെയിൻ്റെ ഉള്ളിലായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് നെക്ക് ലൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഫ്ലവർ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓറഞ്ച് ഷെയ്ഡിലുള്ള ത്രെഡാണ് നോട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ 2 സർക്കിളുണ്ട്. അതിൽ ഇന്നർ സർക്കിളിൽ നിന്ന് വേണം നീഡിൽ നമുക്ക് പൊക്കിയെടുക്കാനായിട്ട്. ഇതുപോലെ എടുക്കുക. എന്നിട്ട് ആ ത്രെഡ് ഒന്ന് നീഡിലേക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റുവാണ്. ചുറ്റിയ ശേഷം ഔട്ടർ സർക്കിളിൽ നിന്ന് ഇന്നർ സർക്കിളിലേക്ക് നീഡിലൊന്ന് കുത്തി കൊടുക്കുക. അത് ഈ ഒരു രീതിയിലൊന്ന് കുത്തി കൊടുക്കുക. കുത്തി കൊടുത്ത ശേഷം നമുക്ക് ആ ത്രെഡ് ഇതിൻ്റെ അടിയിലൂടെ ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് നീഡിൽ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ബ്രെയ്ഡ് സ്റ്റിച്ച് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ത്രെഡ് നന്നായിട്ട് വലിച്ച് പിടിച്ച ശേഷം വേണം അടുത്ത സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ത്രെഡൊന്ന് ഇതുപോലെ ചുറ്റി കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതെല്ലാം ലൂസായി പോകും കേട്ടോ. അപ്പം നല്ല രീതിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ആ ത്രെഡ് നന്നായിട്ട് വലിച്ചു പിടിക്കാൻ പറയുന്നത്.
ലീഫ് വർക്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഫ്ലൈ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് നീഡിലെടുത്തിട്ട് ആദ്യം ഒന്ന് സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് നീഡിലെടുക്കേണ്ടത് ഇവിടെ നിന്നാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഇതുപോലെ നീഡിലെടുക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം നീഡിൽ താഴ്ത്തി കൊടുക്കാനായിട്ട്. താഴ്ത്തി ഇതുപോലെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും നീഡിൽ പൊക്കിയെടുക്കേണ്ടത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്തില്ല ആ ഒരു ഭാഗത്ത് നിന്ന് വേണം നീഡിൽ ഇതുപോലെ എടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ വലിച്ച ശേഷം അത് ലോക്ക് ചെയ്യാനായിട്ട് നേരെ താഴേക്ക് തന്നെ താഴ്ത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ലീഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഈ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഫ്രഞ്ച് നോട്ടും കൂടെ ചെയ്ത് അതൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഇനി സ്കാറ്റർ ചെയ്ത് നമുക്ക് ബീഡ്സും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്ക് കഴിയുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. പിന്നെ പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഈ ഒരു ഫ്ലവർ വർക്ക് ശരിക്കും പറഞ്ഞാൽ ഹൂപ്പാട്ടിനൊക്കെയാണ് കേട്ടോ നല്ലത്. കുർത്തിക്കൊന്നും അത്ര നല്ലതല്ല. പിന്നെ നിങ്ങൾ ഈ സ്റ്റിച്ചൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.